ഗീവർഗീസ് സഹദായും കഞ്ഞിക്കുഴി മൂപ്പനും. 100 വർഷങ്ങൾ കഴിഞ്ഞ ഈ സഭയുടെ തർക്കം തീർക്കാൻ ഇന്ന് വരെ ആരെങ്കിലും ദൈവവചനത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? നമുക്ക് പറയാൻ വേറെ ഗ്രന്ഥങ്ങളുണ്ടോ? വേറെ അനേക ഗ്രന്ഥങ്ങൾക്ക് ആധികാരിക കൽപ്പിച്ചു തന്നിട്ടുള്ള ന്യായാസനങ്ങൾ ഇവിടെയുണ്ടോ? ഇനി എല്ലാ വേദിയിലും ഞാൻ പറയാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനുണ്ടാകുന്ന എന്ത് ദോഷഫലവും അനുഭവിക്കുവാനും ഞാൻ തയ്യാറാണ്. ഭരണഘടന എടുത്തു പിടിച്ചാലോ മറ്റ് വിധികൾ എടുത്തു പിടിച്ചാലോ അതല്ല സാക്ഷ്യം, അതല്ല സാക്ഷ്യം, അതല്ല സാക്ഷ്യം എന്നാണ് ബോധമുണ്ടാകുന്നത്. നിങ്ങൾക്ക് തോന്നിയേക്കാം ഞങ്ങളോട് തിരുമേനി ഇത്ര ഘോരം പറയുന്നതൊക്കെ നല്ലത് സുന്നതോസിൽ പറയുന്നതല്ലേ എന്ന്. പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ഇനിയും സാധാരണക്കാരോടൊന്ന് പറഞ്ഞു നോക്കാം, എവിടെയെങ്കിലും നടക്കുമെന്ന് നോക്കാം. എന്റെ അടുത്ത് വന്നവിടെ ഞാൻ പറഞ്ഞു 6 ദേവാലയങ്ങൾ ടൗണിലുണ്ട്. ഈ 6 ദേവാലയങ്ങളിലും വിശ്വാസികൾ നിറഞ്ഞു നിന്ന് കഴിഞ്ഞിട്ട് നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ പള്ളി ഞാൻ പിടിച്ചു തരാം. പുണ്യവാനാകാനായിട്ടല്ല, ഇതുവരെ മിണ്ടാതെ എന്ന കുറെ രഹസ്യങ്ങളാണ്. ഇനി എന്തു സംഭവിച്ചാലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസാക്ഷി എന്നെ കുത്തും. സത്യവിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായവരാണത്രേ സഹദേന്മാർ. സഹദേന്മാർ എവിടെ നിൽക്കുന്നു? നമ്മുടെ പൂച്ചാണ്ടി മെത്രാന്മാർ എവിടെ നിൽക്കുന്നു? തലപോകാതിരിക്കുവാൻ സുന്നത്ത് വരെ നടത്തിയ മെത്രാന്മാർ പോലും ഇന്നിവിടെയുണ്ട്. ആ സഹദേന്മാരെ നാണം കെടുത്തുന്ന ക്രൈസ്തവ സാക്ഷ്യത്തിന് തന്നെ അപമാനകരമായ പള്ളി പിടിച്ചു പറിക്കാരൻ ഭീകരമഹനീയൻ വാഴൂർ മത്തായിയെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ഓർത്തഡോക്സ് സഭയുടെ അടൂർ കടമ്പനാട് മെത്രാൻ ഡോക്ടർ സക്കറിയാസ് മോർ അപ്രേം. വിശുദ്ധ വേദപുസ്തകത്തിന് പകരം 34-ലെ കൊച്ചു പുസ്തകത്തെ ആശ്രയിക്കുന്ന കഞ്ഞിക്കുഴി കുർവാ സംഘം എന്ത് നേടിയെന്ന് അദ്ദേഹം കുർബാന മധ്യേ ചോദിക്കുന്നു. യൂറോപ്പിലെ ദേവാലയങ്ങളുടെ നിലവിലെ അവസ്ഥയും 27% ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ നിലവിലെ അവസ്ഥയും അദ്ദേഹം ഉദാഹരിക്കുന്നുണ്ട്. അപ്രേം മെത്രാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. മത്തായി 3-ാമൻ ഒരു സർട്ടിഫൈഡ് നാറിയാണെന്നും കസേരയ്ക്ക് വേണ്ടി ആരെയും പൂശുവാൻ മടിയില്ലാത്തവനാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മെത്രാന്മാർ കൂട്ടം കൂടിയിരുന്ന് ഈ കാർക്കോടകനെ കാതോലിക്കയായി കുലുക്കിക്കുത്തിലൂടെ തിരഞ്ഞെടുത്തത്. ഇപ്പോൾ വിലപിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? സക്കറിയാസ് മെത്രാച്ച പള്ളി പിടിച്ചു പറിക്കുവാൻ പരമജറ്റയായ മത്തായി തന്നെ വരണം എന്നതായിരുന്നു അന്ന് പാണന്മാർ പാടി നടന്നിരുന്നത്. ഇതിനൊരു തുടർച്ചയാണ് ഇനിയും വരാൻ പോകുന്നത് എന്ന് കണ്ടിട്ടാവണം ഒരു തുറന്ന യുദ്ധത്തിന് തന്നെ സക്കറിയാസ് മെത്രാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. തല പോയാലും ഇനി സത്യങ്ങൾ വിളിച്ചു പറയുമെന്ന് പറയുന്നതിലൂടെ അദ്ദേഹം കൃത്യമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. മത്തായിയുടെ തുടർച്ചക്കാരനാകാൻ, പള്ളി പിടിച്ചു പറിക്ക് ശക്തി പകരാൻ കോട്ടയത്തെ ഒരു അതിനിന്യ പൃഷ്ഠതാടക ശ്രേഷ്ഠൻ സെമിനാരിയിലെ പാതിരിച്ചക്കന്മാരുടെ പേടി സ്വപ്നം കോപ്പുകൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാവണം സക്കറിയാസ് മെത്രാൻ ഇപ്പോൾ ഇപ്രകാരം ഒരു സന്ദേശം നൽകുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മാതൃദേവാലയമായ ചുങ്കത്ര സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഗീവർഗീസ് സഹദായുടെ ഓർമ്മപ്പെരുന്നാളിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച് ശുശ്രൂഷയ്ക്കിടെ നടത്തിയ ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കിനി കാണാം. ഇന്ന് നമ്മുടെ സഭയുടെ ഭദ്രാസനങ്ങളുടെ ദേവാലയങ്ങളുടെ വ്യക്തി ജീവിതത്തിന്റെ കുടുംബങ്ങളുടെ ഒക്കെ പോക്ക് നോക്കിയാൽ സത്യത്തിൽ സഹദേന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കാൻ പോലും യോഗ്യതയില്ലാത്ത വിഭാഗമാണ് നമ്മൾ. കർത്താവിന്റെ സാക്ഷ്യത്തിനായിട്ട് നാടുവാഴികളും ഭരണകർത്താക്കളും വിളിക്കുമ്പോൾ ദൈവത്തിന്റെ നിർമ്മലമായ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യം പറയാൻ തയ്യാറുള്ള നേതാക്കൾ ഇന്ന് ഞാൻ ഉൾപ്പെടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിന്റെ മൂല്യങ്ങളെക്കാൾ കൂടുതൽ നതാശ്ലീഹ പറയും കിങ്ഡം വാല്യൂസ്, സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങൾ, സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങളെക്കാൾ കൂടുതൽ മറ്റു പല ഗ്രന്ഥങ്ങളുടെ മൂല്യങ്ങൾക്ക് 1-ാം സ്ഥാനം നൽകുന്നത് കൊണ്ട് എന്താണ് സാക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ഓൺലൈൻ വഴി പോകുന്ന പ്രസംഗം തന്നെയാണ്. ചിലപ്പോൾ അതിന്റെ ദുരന്തമൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. 100 വർഷങ്ങൾ കഴിഞ്ഞ ഈ സഭയുടെ തർക്കം തീർക്കാൻ ഇന്ന് വരെ ആരെങ്കിലും ദൈവവചനത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? നമുക്ക് പറയാൻ വേറെ ഗ്രന്ഥങ്ങളുണ്ടോ? വേറെ അനേക ഗ്രന്ഥങ്ങൾക്ക് ആധികാരിക കൽപ്പിച്ചു തന്നിട്ടുള്ള ന്യായാസനങ്ങൾ ഇവിടെയുണ്ടോ? പക്ഷേ കർത്താവ് പറയുന്നു, നിങ്ങളെ വിസ്തരിക്കുവാനായിട്ട് പോകുമ്പോ എന്റെ സാക്ഷ്യത്തിനായിട്ട് നിങ്ങൾ പറയണം.
അവിടെ നിങ്ങളുടെ കഴുത്ത് കഴിഞ്ഞിരിക്കും. നിങ്ങളുടെ പള്ളികൾ നഷ്ടപ്പെട്ടേക്കാം, നിങ്ങൾക്കുള്ള സകലതും നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ നഷ്ടപ്പെടാത്തതൊന്നുണ്ട്, വിറ്റ്നസിംഗ് ക്രൈസ്റ്റ് ജീസസ് ടു ദ വേൾഡ്. ലോകത്തോട് സാക്ഷ്യപ്പെടുത്താനായിട്ട് അത് നമുക്ക് കാണും. ഇതേക്കുറിച്ച് ചിന്തിക്കുന്നവരെയോ പറയുന്നവരെയോ ഒക്കെ നിസാരരായിട്ട് എണ്ണിക്കളയുന്നു എന്നല്ലാതെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് പറയരുത് എന്ന് കരുതിയെങ്കിലും ഇനി എല്ലാ വേദിയിലും ഞാൻ പറയാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനുണ്ടാകുന്ന എന്ത് ദോഷഫലവും അനുഭവിക്കുവാനും ഞാൻ തയ്യാറാണ്. എവിടെയെങ്കിലും സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് സഭയുടെ പ്രതിസന്ധി നീങ്ങണം എന്നുള്ള ധാരണയോടെ മറ്റു വ്യവസ്ഥകളെ മാറ്റിവെച്ച് എന്താണ് സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ? കിങ്ഡം വാല്യൂസ്. വിശുദ്ധ മത്തായി ശ്രീകാടൻ സുവിശേഷത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റത് കാണിച്ചു കൊടുക്കണം, ഒരു പുറപ്പ് ചോദിച്ചാല് ഒരു വസ്ത്രം ചോദിച്ചാൽ 2 വസ്ത്രം കൊടുക്കണം, ഇങ്ങോട്ട് ചോദിച്ചാൽ കൊടുക്കണം എന്ന് പറയുന്നതിന് പകരം മറ്റുള്ളവരുടെ ഗ്രാബ് ചെയ്യാനായിട്ട് പിടിച്ചെടുക്കാനായിട്ടുള്ള ഏത് വിധത്തിലുള്ള പോസിറ്റീവായിരിക്കുന്ന നിയമങ്ങളോ വിധികളോ ഒക്കെ നമുക്കുണ്ടെങ്കിലും again the same question, what is our witness in the world? ലോകത്ത് കർത്താവിനെ കുറിച്ചുള്ള വിറ്റ്നസ് എന്താണ് നമ്മൾ നേടിയത്? 100 വർഷങ്ങളിലധികമായിട്ട് ഇവിടെ കേസുകളും സമരങ്ങളും നടക്കുന്നു. സഹദാമാരുടെ ജീവിതത്തിന് 21-ാം നൂറ്റാണ്ടിന് സാധൂകരിക്കുന്ന വ്യാഖ്യാനം നൽകുവാനായിട്ട് സാധിച്ചെങ്കിലേ ഇതിനെ ഗുഡ് ന്യൂസ്, സദ്വാർത്ത എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ 2000 കൊല്ലങ്ങൾക്കോ 1500 കൊല്ലങ്ങൾക്കോ സംഭവിച്ച ചില പഴങ്കഥകൾ ആവർത്തിക്കുന്നത് പോലെ മാത്രമേ നടക്കുകയുള്ളൂ. ഏതെല്ലാം ആഘോഷങ്ങൾ നമ്മൾ നടത്തുന്നു, ഏറ്റവും വലിയ ആഘോഷം എന്താ നടത്തേണ്ടത്? വിറ്റ്നസ്, ക്രിസ്തുവിന് സാക്ഷിയാവുക എന്നതാണ്. ആ ക്രിസ്തുവിന് സാക്ഷിയാകാൻ വേണ്ടിയ മൂല്യങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഈ സഹോദരന്മാരെല്ലാം എടുത്തു കാട്ടിയത്. രാജാവിനെ ഒന്ന് വന്ദിച്ചാൽ, റോമാ ചക്രവർത്തിയുടെ സൈന്യത്തിലെ അംഗമായിരുന്നതിനാൽ അദ്ദേഹത്തെ ഒന്ന് ആരാധിച്ചാൽ ഈ ഗീവർഗീസായിട്ട് എന്തുമാത്രം സ്ഥാനമാനങ്ങൾ കിട്ടുമായിരുന്നു, എന്തുമാത്രം കിട്ടുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെക്കാൾ കൂടുതൽ, അദ്ദേഹത്തിന്റെ നിയമസംഹിതയേക്കാൾ കൂടുതൽ ദൈവവചനത്തിന് അദ്ദേഹം ഊന്നൽ നൽകി. അതുകൊണ്ട് അദ്ദേഹം സഹതായായി. അതുകൊണ്ട് ആധുനിക സഹോദരന്മാർ നമ്മോട് പറയുന്നത്, try to concentrate on the word of God and witness God, witness Christ in the midst of the society as per the gospel values. സുവിശേഷ മൂല്യങ്ങൾക്ക് അനുസരണമായിട്ട് സമൂഹത്തിൽ കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് തയ്യാറെടുക്കുക. സുവിശേഷങ്ങളെ മാറ്റി നീക്കി വെച്ചിട്ട് ഭരണഘടന എടുത്തു പിടിച്ചാലോ മറ്റു വിധികൾ എടുത്തു പിടിച്ചാലോ അതല്ല സാക്ഷ്യം, അതല്ല സാക്ഷ്യം, അതല്ല സാക്ഷ്യം എന്നാണ് ബോധമുണ്ടാകുന്നത്. നിങ്ങൾക്ക് തോന്നിയേക്കാം, ഞങ്ങളോട് തിരുമേനി ഇത്ര ഘോരം പറയുന്നതൊക്കെ നല്ലത് സുന്നതോസിൽ പറയുന്നതല്ലേ എന്ന്. പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ഇനിയും സാധാരണക്കാരോടൊന്ന് പറഞ്ഞു നോക്കാം, എവിടെയെങ്കിലും നടക്കുമെന്ന് നോക്കാം. കേരളത്തിലെ എല്ലാ ഭദ്രാസനങ്ങളിലും പള്ളികളിൽ വിധികൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായി. അടൂർ കളമനാടും ഉണ്ട് 3 പള്ളികൾ യാക്കോബായക്കാരുടെ കയ്യിലിരിക്കുന്നത്. അവിടെ എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കണമെന്ന് എന്റെ ആളുകൾ എന്നോട് പറഞ്ഞു. എന്റെ അടുത്ത് വന്നവരോട് ഞാൻ പറഞ്ഞു, 6 ദേവാലയങ്ങൾ അടൂർ പള്ളി ടൗണിലുണ്ട്. ഈ 6 ദേവാലയങ്ങളിലും വിശ്വാസികൾ നിറഞ്ഞു നിന്ന് കഴിഞ്ഞിട്ട് നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ പള്ളി ഞാൻ പിടിച്ചു തരാം. പുണ്യവാനാകാനായിട്ടല്ല, ഇതുവരെ മിണ്ടാതെ എന്ന കുറെ രഹസ്യങ്ങളാണ്. ഇനി എന്തു സംഭവിച്ചാലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസാക്ഷി എന്നെ കുത്തും. ആരെങ്കിലും പറയണം, ആരെങ്കിലും വിശുദ്ധ വിഡ്ഢികളാകണം. സഹതായെ ഓർക്കുന്നു. സഹതായുടെ പണി എന്താ? വീട്ടിലെ കോഴിയെ കാക്കുക, പാമ്പനെ ഓടിച്ചു കളയുക, ഇങ്ങനെയുള്ള ചുരുക്കം കാര്യങ്ങളിൽ സഹതാമാരെ നിർത്തിയിരിക്കുകയാണ്. സഹതന്മാരാരാണ്? ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നിന്നവരാണ്. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നിൽക്കാനാണ് എന്റെ നിങ്ങളുടെ വിളി. ആ സാക്ഷ്യം നിർവഹിക്കേണ്ടത് ഇന്ന് രക്തം ചൊരിഞ്ഞുകൊണ്ടല്ല, മറിച്ച് ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ചില വിട്ടുവീഴ്ചകളും സമാധാനത്തിന് വേണ്ടി
ഒന്നല്ല, ഏഴല്ല, 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞ കർത്താവ് അത്രയൊന്നും സാധിച്ചില്ലെങ്കിലും, ഒരു തവണ ക്ഷമിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്? എന്തിനാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്? നിങ്ങൾ ഓർക്കണം, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കേരള സംസ്ഥാനത്ത് 27% ക്രൈസ്തവരായിരുന്നു. ഇന്ന് എത്രയുണ്ട്? ഇന്ന് എത്രയുണ്ട് ക്രൈസ്തവ സമൂഹം? യൂറോപ്പ് മുഴുവൻ ക്രിസ്തീയ രാജ്യങ്ങളായിരുന്നു. നമ്മൾ പാടുന്ന പഴയ വർത്തമാസിക സഹകാരൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ക്രിസ്തീയ കീർത്തനങ്ങളുണ്ടല്ലോ, അതെല്ലാം തന്നെ മെത്തഡിസ്റ്റ് ഹിംനൽ എന്ന് പറഞ്ഞ് അവർ തയ്യാറാക്കിയ ആത്മനിറമുള്ള ഗീതങ്ങളായിരുന്നു. ഇതെന്തിയ യൂറോപ്യൻ പള്ളികൾ? എത്രയോ പള്ളികൾ ബാറുകളായി മാറിയിരിക്കുന്നു. എത്രയോ പള്ളികൾ മ്യൂസിയങ്ങളായി മാറിയിരിക്കുന്നു. നമുക്കറിയാം, പോപ്പിന്റെ തിരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു, ഇത്ര കോടി ജനങ്ങളുടെ അധിപനാണ്, ആളുകൾ തിങ്ങിക്കൂടുന്നതൊക്കെ കാഴ്ചയുണ്ട്. അത് ശരിയാണ്. പക്ഷേ പോയി നോക്കണം, ദേവാലയങ്ങളിൽ മനുഷ്യരുണ്ടോ? 5 വർഷം അമേരിക്കൻ ഡയസിന്റെ ചുമതലയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല ഒരു കത്തോലിക്ക പള്ളിയിലും ചെറുപ്പക്കാരായ ആളുകളെ. 65 അതിന് മുകളിലോ ഉള്ള ആളുകൾ മാത്രമാണ്. പിന്നെയും കുറച്ച് ചെറുപ്പക്കാർ വരുന്ന ദേവാലയങ്ങൾ ഓർത്തഡോക്സ് കാറ്റഗറിയിലെ, അതിനകത്ത് ഇന്ത്യനും ഉണ്ട്, അർമീനിയനും ഉണ്ട്, കോപ്റ്റിക്കും ഉണ്ട്, റഷ്യനും ഉണ്ട്, എത്യോപ്യനും ഉണ്ട്, സിറിയനും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത കുറെ ഓർത്തഡോക്സ് ക്രൈസ്തവരുടെ ദേവാലയങ്ങളിൽ യങ്സ്റ്റേഴ്സിനെ കാണാൻ. അല്ലാതുണ്ട് മെഗാ ചർച്ചസ് എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ കരിസ്മാറ്റിക് പോലെയുള്ള അഡ്വാൻസ്ഡ്, അവിടെ 1000-ങ്ങളും 10,000-ങ്ങളും ഒക്കെ യങ്സ്റ്റേഴ്സ് കൂടുന്നുണ്ട്. അവിടുത്തെ ആരാധനയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എന്തായിരുന്നാലും എവിടെ പോകുന്നു ക്രിസ്ത്യാനിയുടെ അംഗസംഖ്യ? കാരണം ഒന്നേ ഉള്ളൂ, പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിന് ക്രൈസ്തവ മൂല്യങ്ങളെ ഉപയോഗിക്കാതെ മറ്റെന്തെങ്കിലുമൊക്കെ ഫോർമുല രൂപപ്പെടുത്തിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നിടത്ത് നഷ്ടമാകുന്നത് തലമുറകൾ. പ്രദക്ഷിണങ്ങൾ, നമ്മുടെ പെരുന്നാളുകൾക്ക് ആഘോഷങ്ങൾ കൂടുതലാണ്, എനിക്കറിയാം, നിയന്ത്രിക്കേണ്ടതുമാണ്. പക്ഷേ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഞാൻ അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ചപ്പോൾ അവൻ തിരിച്ച് പറഞ്ഞ ചോദ്യമുണ്ട്. സോഷ്യൽ മീഡിയയായ നിങ്ങൾ മെത്രാശന്മാരും മറ്റുള്ളവരും ഒക്കെ നടത്തുന്ന ചില പ്രസംഗങ്ങളുണ്ടല്ലോ കക്ഷി സംബന്ധമായിട്ട്, അത്രയൊന്നും തെറ്റൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല ഈ പെരുന്നാളുകളുടെ ആഘോഷങ്ങൾക്ക്. നമ്മുടെ യൗവനക്കാർ സഭയിൽ നിന്ന് അകലുന്നു. എന്തുകൊണ്ട്? വി ഡോണ്ട് വാണ്ട് ക്രൈസ്റ്റ് ടു വിറ്റ്നസ്. ക്രിസ്തുവിനെ കൂടാതെയുള്ള സാക്ഷ്യമാണ് നമുക്ക് ഇന്നിഷ്ടം. അത് പ്രമാണങ്ങൾക്കും വിധികൾക്കും അനുസരിച്ച് സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചാൽ, എല്ലാം പിടിച്ചെടുക്കാൻ സാധിച്ചാൽ, കോൺകറിംഗ് മൈൻഡ് ഇത് ഒഴിവാക്കിയെങ്കിലേ ക്രൈസ്തവ സഭ ഇനി ഭാരതത്തിൽ രക്ഷപ്പെടുകയുള്ളൂ. കർത്താവ് പറയുകയാണ്, നിങ്ങളെ വിസ്തരിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ഓർത്ത് നിങ്ങൾ പറയാനുള്ളത് പരിശുദ്ധാത്മാവ് പറയും. പക്ഷേ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് ഹൃദയത്തിൽ അല്പം ഇടം കൊടുക്കുക. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ നൽകുന്ന ഏറ്റവും വലിയ വിശേഷണം ഒന്ന് കൗൺസിലർ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംശയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിവ് കിട്ടണമെങ്കിൽ, ആലോചന വേണമെങ്കിൽ അത് നൽകുന്നയാളാണ് പരിശുദ്ധാത്മാവ്. പക്ഷേ ഈ സഭയുടെ തർക്കം തീർക്കാനായിട്ട് ആരെയാണ് നമ്മൾ സാധാരണ കൺസൾട്ട് ചെയ്യുന്നത്? ആരുടെ ആലോചനയാണ് നാം എടുക്കുന്നത്? സിവിൽ കോഡും ഇന്ത്യൻ പീനൽ കോഡുമായി IRPC ഒക്കെ പഠിച്ച വക്കീലന്മാരുടെ പരിശുദ്ധാത്മാവിന് ഇടമില്ലാതായി പോയിരിക്കുന്നു. ഇസ്രായേൽ കന്യകയെ, നീ മടങ്ങി വരിക, ഏതിൽ നിന്നാണ് നീ വീണിരിക്കുന്നതെന്ന് ഓർക്കുക എന്ന് യിരെമ്യാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽക്കാരോട് പറഞ്ഞത് യിരെമ്യാവ് ഇന്നും ആവർത്തിക്കുന്നു. കേരള ക്രൈസ്തവരോട്, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളോട്. സഹോദരന്മാര് പറയുന്നു, ഞങ്ങൾ പ്രമാണങ്ങൾക്കനുസരിച്ചല്ല, കർത്താവിനോടുള്ള സ്നേഹം മൂലമാണ് ഞങ്ങളുടെ ഗളരുധിരം മറ്റുള്ളവർക്ക് നൽകിയത്. ഞങ്ങൾ രക്തസാക്ഷികളായി. രക്തസാക്ഷിത്വത്തിന്റെ പുതിയ മാനങ്ങളെ കണ്ടെത്തുവാൻ സർവശക്തൻ നമ്മെ എല്ലാം സഹായിക്കും. ചേർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും
ഹാലേലൂയ ഹാലേലൂയ നിന്ന വിശിഷ്ട മുഖം തിരുത്തിക്കല്ലേ നിന്ദാസന്താവീതിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേലൂയ ഹാലേലൂയ എന്നിയവത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയും വാഴ്ക്കുമോ മെൻമൂലം മാതാവൽ മൂലം ശുചിയോട് ശുദ്ധ്യാപസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പൈശാചിക സഭയുടെ അടിത്തറയിളകുകയാണല്ലോ കർത്താവേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.